വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. നമ്മളെ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ബുൾസൈഡ് റെസിപ്പിയാണിത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സാധാരണ നമ്മൾ ബുൾസൈലൊന്നും ഇതുപോലെ ഉള്ളിയൊന്നും ഇടാറില്ലല്ലോ. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇടാറുള്ളത്. പക്ഷേ ഇതൊരു സ്പൈസി ആയിട്ടൊരു മസാല ബുൾസയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളി എടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ഇടുന്നത് കുറച്ച് കശ്മീരി മുളക് പൊടിയാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. കശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെഡ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ സാധാ മുളക് പൊടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇത്രയും നമുക്ക് മസാലപ്പൊടിയായിട്ട് ഇതിൽ ആവശ്യമുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്നും വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു ഓയിലില്ലേ, അതൊക്കെ ഈ മസാലയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ ഇളകി വരും. അങ്ങനെ വരുന്ന ഒരു സമയം വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് 2 ഹോള് ഇതുപോലെ ആക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു മുട്ടയുടെ പുൽസിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹോളാക്കുക. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 ഹോൾ ഇതുപോലെ ആക്കിയിട്ട് മുട്ടയുടെ മഞ്ഞ ആ ഹോളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മുട്ടയും നമുക്ക് മറ്റേ ഹോളിൽ പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ മസാല കുക്കായിട്ടുള്ളതാണ്. ജസ്റ്റ് മുട്ട വേവാനുള്ള സമയം മാത്രം മതി. നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ റണ്ണി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കാം. അതെല്ലാം മറിച്ചിടണം എന്നുള്ളവർക്ക് മറിച്ചിട്ടിട്ടും ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി മസാല ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. മുട്ട റോസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട, പുഴുങ്ങേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.